ഹലോ, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെ വീട്ടിലും അടുക്കളയിലുള്ള വെറും 4 ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മുഖം നല്ല സ്വർണം പോലെ തിളങ്ങാൻ സഹായിക്കുന്ന ഒരു ഗോൾഡൻ ഫേസ് പാക്കാണിത്. നല്ലൊരു പവർഫുൾ ഫേസ് പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ തേച്ചിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കണ്ട് വിശ്വാസമായെങ്കിൽ മാത്രം നിങ്ങളിത് ട്രൈ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്ന് നാളെ എന്നുള്ള രീതിയിൽ 2 ദിവസമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തെന്നാന്നുള്ളത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത സാധനങ്ങളൊന്നും നിങ്ങൾക്ക് ഫേസിന് അലർജിയോ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തതെന്ന് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഏതൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുമ്പോൾ കൈകളിലൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതെന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. കസ്തൂരി മഞ്ഞൾ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അത് 1/2 ടീസ്പൂൺ ഇടുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം കടലമാവ്, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം തൈര്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ കുറച്ച് റോസ് വാട്ടറും കൂടി ആവശ്യമുണ്ട്. അത് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. തൈര് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക, കാരണം തൈരിനാണ് നല്ലൊരു റിസൾട്ട് ഉണ്ടാകുക. തൈര് പറ്റാത്തവരുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി റോസ് വാട്ടറും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ലെവലാക്കി എടുക്കണം. ഇതിപ്പം കുറച്ച് കട്ടിയിലല്ലേ ഉള്ളത്, അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു കൺസിസ്റ്റൻസിക്ക് ആവശ്യമായിട്ടുള്ള റോസ് വാട്ടർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. റോസ് വാട്ടറിന് ഇത്ര തന്നെ കണക്ക് വേണമെന്നൊന്നുമില്ല. നമ്മുടെ ആ ഒരു ഫേസ് പാക്ക് ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു റോസ് വാട്ടറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് റോസ് വാട്ടർ വീട്ടിലില്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയ പൈസക്ക് ഓൺലൈൻ ഷോപ്പുകളിൽ അത് അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ റോസ് വാട്ടർ എന്ന് പറയുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് ചെറിയ പൈസക്ക് കിട്ടുന്ന സാധനമാണ്. അതിൻ്റെ പ്രോഡക്റ്റ് ഞാനിവിടെ ടാഗ് ചെയ്യുക. നിങ്ങൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അധികം ലൂസായി പോകാൻ പാടില്ല, എന്നാൽ അധികം ടൈറ്റായി പോകാനും പാടില്ല. ഇത് തയ്യാറാക്കിയെടുത്തതിന് ശേഷം നിങ്ങളിത് നിങ്ങളുടെ ഫേസിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വെറുതെ വാരി തേച്ച് കളയാൻ പാടില്ല. 2 മിനിറ്റ് ഉറപ്പായിട്ട് നിങ്ങൾ സർക്കുലാർ മോഷനിൽ നിങ്ങളുടെ താടിയുടെ ഭാഗത്തുനിന്ന് മേലേലേക്ക് സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്തിട്ട് വേണം നിങ്ങളിത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. സമയം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റ് എങ്കിലും നിങ്ങളിത് ഫേസിലേക്ക് വെക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 25 മിനിറ്റിന് ശേഷം നിങ്ങൾ ഒരു ഇളം ചൂടുള്ള വെള്ളം ഉണ്ടല്ലോ, ചൂടും ഉണ്ടാവരുത് നല്ല തണുപ്പും അല്ലാത്ത ഒരു ഇളം ചൂടുള്ള വാം വാട്ടർ എന്ന് വേണമെങ്കിൽ പറയാം, അതിലിതൊന്നങ്ങ് കഴുകിക്കളയാം. മുഖം കഴുകിയെടുക്കുന്ന സമയത്ത് നല്ലൊരു സോഫ്റ്റ് മസാജ് കൊടുത്തിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ എൻ്റെ കൈകളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന റിസൾട്ടാണിത്. അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കൈയിൻ്റെ സ്കിന്ന് പോലെയല്ല നമ്മുടെ ഫേസിൻ്റെ സ്കിൻ ഉണ്ടാകുക, അത് അതിലും അടിപൊളി റിസൾട്ടാണ് കിട്ടുക. ഒറ്റ പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഞെട്ടുന്ന റിസൾട്ടായിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.